പാലക്കാട് ആൾക്കൂട്ട കൊലപാതകത്തിൽ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്നത് സംബന്ധിച്ച് പാലക്കാട് RDOയുമായി നടന്ന ചർച്ചയിൽ തീരുമാനമായില്ല. ധനസഹായത്തിൽ തീരുമാനമാകാത്തതിനാൽ രാംനാരായണന്റെ കുടുംബവും മനുഷ്യാവകാശ പ്രവർത്തകരും മോർച്ചറിക്ക് മുന്നിൽ പ്രതിഷേധം തുടരുകയാണ്. പട്ടികജാതി പീഡന നിരോധന നിയമവും ആൾക്കൂട്ട കൊല വകുപ്പും ഉൾപ്പെടുത്താൻ ധാരണയായി. നരരാജ് പരശുരാം ചേരുന്നുണ്ട്. നരരാജ്, വകുപ്പുകളുടെ കാര്യത്തിൽ തീരുമാനമായോ? കൂടുതൽ ആളുകളിലേക്ക് ഇതുവരെ അന്വേഷണം എത്തിയിട്ടില്ലെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ കുടുംബവും മറ്റ് പൗരസമിതിയും എല്ലാം പ്രതിഷേധം തുടരുകയാണല്ലേ? അല്പസമയം മുമ്പാണ് ഈ RDOയായിട്ടൊരു ചർച്ച നടന്നത്. ആ ചർച്ചയിൽ ഈ വിഷയം പരിഹരിക്കപ്പെടുമെന്നാണ് കരുതിയതെങ്കിലും ഈ നഷ്ടപരിഹാര തുക സംബന്ധിച്ച് ധാരണയാവുന്നില്ല. SC/ST അട്രോസിറ്റി വകുപ്പുകൾ ചുമത്താമെന്നും ആൾക്കൂട്ട മർദ്ദനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്താമെന്നും കളക്ടർക്ക് വേണ്ടി സബ് കളക്ടറും അതുപോലെ തന്നെ RDOയൊക്കെ തന്നെ ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും നഷ്ടപരിഹാര തുക എത്രയാവും എന്നുള്ള കാര്യത്തിൽ ഇവർക്കൊരു കമ്മിറ്റ്മെന്റ് നടത്താൻ കഴിയുന്നില്ല. അത് സർക്കാർ തീരുമാനിക്കേണ്ടതാണ്. ക്യാബിനറ്റിലാണ് ഇതിന്റെ തീരുമാനം വരിക എന്ന നിലപാടാണ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചത്. മനുഷ്യാവകാശ പ്രവർത്തകരും കുടുംബവും പറയുന്നത് നഷ്ടപരിഹാര തുക പ്രഖ്യാപിച്ചാൽ മാത്രമേ മൃതദേഹം സ്വീകരിക്കാൻ കഴിയൂ എന്നാണ്. അതുകൊണ്ട് തന്നെ അവർ പ്രതിഷേധം ആരംഭിച്ചിരിക്കുകയാണ്. മോർച്ചറിക്ക് മുന്നിൽ ഇവരിപ്പോൾ തുടരുകയാണ്. അപ്പൊ ഇവർ പറയുന്നത് ഇത്തരത്തിൽ നഷ്ടപരിഹാര തുക പ്രഖ്യാപിച്ചുള്ള നടപടിക്ക് പോകണമെന്നാണ്. പക്ഷേ ചർച്ചയിൽ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനമായിട്ടുണ്ട്. അന്വേഷണം ഊർജിതപ്പെടുത്തും, കൂടുതൽ ശക്തമായ വകുപ്പുകൾ ചുമത്തും, മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും തുക സംബന്ധിച്ച് ഒരു ഉറപ്പ് സർക്കാരിനൊന്നും ലഭിക്കാത്തതിനാൽ പ്രതിഷേധം തുടരാനുള്ള തീരുമാനമാണ് കുടുംബവും മനുഷ്യാവകാശ പ്രവർത്തകരും എടുത്തിട്ടുള്ളത്. ഇത് പ്രകാരമുള്ള പ്രതിഷേധവുമായി ഇവർ മോർച്ചറിക്ക് മുന്നിലുണ്ട്. ശരി, നടരാജ്.